വിവരിക്കാനാകാത്ത വണ്ണം വൈബാണ് എല്ലായിടങ്ങളിലും 20 മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മലപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചില പ്രശ്നങ്ങളുണ്ട്. മലപ്പുറത്തെ റിപ്പോർട്ടർ അരുൺ അമൃതനാഥിനെ ഉടൻ വേണം. മലപ്പുറത്തെ LDF UDF പ്രവർത്തകർ തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിട്ടുണ്ട്. അരുൺ എന്താണ് അവിടെ സംഭവിക്കുന്നത്? രണ്ട് ഭാഗങ്ങളിലായി ഇടതുമുന്നണിയുടെയും UDF-ന്റെയും പ്രവർത്തകർ നിൽക്കുന്നു, നടുക്ക് പോലീസും. എന്താണ് സംഭവം? മൂന്ന് മുന്നണികൾക്കും പ്രത്യേക സ്ഥലമാണ് ഈ കലാശക്കൊട്ടിനായി ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് മലപ്പുറം കുന്നുമ്മൽ ടൗണിൽ റൗണ്ട് ഉണ്ട്. അവിടെ വെച്ചാണ് ഇരു പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസിന് സ്ഥിതി നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഇവർ നേർക്കുനേർ വന്നു. വാക്കുതർക്കം ഉണ്ടായി. കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായപ്പോൾ കൂടുതൽ പോലീസ് സേന എത്തി ഇരു മുന്നണികൾക്കും നടുവിലായി, ഇരു മുന്നണികളെ പ്രവർത്തകർക്കും നടുവിലായി നിലയുറപ്പിച്ചു. ഇപ്പോൾ ഇത് നിയന്ത്രണവിധേയമാക്കുന്ന തരത്തിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് രാത്രി ഉൾപ്പെടെ തിരിച്ച് പ്രവർത്തകരെ അവിടുന്ന് മാറ്റേണ്ട ഒരു സ്ഥിതി പോലീസിനുണ്ടായി. ഇപ്പോഴും ഈ പ്രവർത്തകർ അടുത്തടുത്താണ്, തൊട്ടടുത്തതായാണ് ഈ കലാശക്കൊട്ട് പ്രചാരണം പോകുന്നത്. LDF-ന്റെയും UDF-ന്റെയും ജയിലിലെ നീണ്ട നില തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച നിയന്ത്രണ വിധേയമാക്കാൻ ഏറെ പാടുവരുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ കൂടുതൽ ഇടപെടുന്നുണ്ടോ? മുതിർന്ന നേതാക്കൾ ഇടപെട്ട് സംയമനം പാലിക്കണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ടോ? മുന്നോട്ട് പോവുകയാണ്. അരുൺ, ഇപ്പോ എന്താണ് അവസ്ഥ? ഇപ്പൊ രണ്ട് കൂട്ടരുടെയും ഇടയിൽ പോലീസിനെ കാണുന്നുണ്ട്. അവിടെ നേതാക്കൾ ഇടപെട്ട കാര്യങ്ങൾ നോർമലാക്കുന്നുണ്ടോ? പോലീസിന് ഇടപെടൽ ഉണ്ടായെങ്കിൽ പോലും പോലീസിന് എപ്പോൾ വേണമെങ്കിൽ ഒരു സംഘർഷത്തിലെ പോകാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം അത്രമേൽ വലിയ നീണ്ട നിര, രണ്ട് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ഈ റൗണ്ടിൽ രണ്ട് പ്രവർത്തകരും തോളോട് തോൾ ചേർന്ന നിലയിലാണ് ഇവരെ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സംഘർഷ സാധ്യത എപ്പോഴും പ്രവർത്തകർക്ക് കൂടുതൽ സേന ഇപ്പോൾ എത്തുന്നുണ്ട്. നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ഇവരെ പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാനുള്ള. പക്ഷേ നിലവിൽ ഈ LDF UDF മുന്നണി പ്രവർത്തകർ വാശിയോടെ തന്നെ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഇനി നേരത്തെ ഉണ്ടായ ആ ഒരു സാഹചര്യം നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് സമയവും എന്ത് സംഭവിക്കാവുന്ന തരത്തിലാണ് ഇവിടുത്തെ ഒരു നില എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. എന്നാലും പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പോലീസിന്റെ ഒരു നീണ്ട നിലവിലെ ഇവിടെ ഉണ്ട്. കൂടുതൽ സേന ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. LDF UDF പ്രവർത്തകർ നമുക്കറിയാം അടുത്തടുത്തായി തന്നെ കലാശക്കൊണ്ട് പ്രചാരണം വാശിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനിടെ മധ്യത്തിലായി പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. ആവേശം അത് പൊട്ടിക്കയറട്ടെ, തല്ലിക്കയറുന്നവരുടെ നിരയിലേക്ക് പോകാതിരിക്കുക. എന്തായാലും രണ്ട് പ്രവർത്തകരെയും അവരെ സംഘർഷത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് വലയം തീർത്തിട്ടുണ്ട്. കൈകോർത്ത് പോലീസ് നിൽപ്പുണ്ട്. നേതാക്കളൊക്കെ ഇടപെടുകയായിരിക്കും. ഇപ്പോൾ മലപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.